ഹായ് ഓൾ, ഈഗവ് കേരളയുടെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്, ഇപ്പം നമുക്കറിയുന്ന പോലെ നമ്മുടെ ലോക്സഭാ ഇലക്ഷൻ വരാൻ പോവുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് വോട്ടുണ്ടോ, നമ്മുടെ ഏത് പോളിംഗ് സ്റ്റേഷനിലാണ് അല്ലെങ്കിൽ ഏത് ബൂത്തിലാണ് നമുക്ക് വോട്ട് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് നമുക്കെങ്ങനെ നമ്മുടെ മൊബൈൽ ഉപയോഗിച്ചിട്ട് എങ്ങനെ പരിശോധിക്കാം, അതുപോലെ എങ്ങനെ നമുക്ക് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പുതിയ ഫോർമാറ്റിലുള്ള വോട്ടർ ഐ ഡിയുടെ PDF നമ്മുടെ മൊബൈലിൽ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, വളരെ സിമ്പിളായിട്ട് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഇവിടെ പറയുന്നത്. അതിനു വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ വോട്ടർ ഹെൽപ്പ് ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ECIയുടെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോവുക. അവിടെ നിങ്ങൾ ജസ്റ്റ് വോട്ടർ ഹെൽപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ വോട്ടർ ഹെൽപ്പ് ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ECIയുടെ ഒഫീഷ്യൽ ഈ ഒരു സിമ്പിളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, വോട്ടർ ഹെൽപ്പ് ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഓൾറെഡി ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഓപ്പൺ ചെയ്യാൻ, നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല, ഇൻസ്റ്റാൾ ചെയ്യുക, ദെൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ ഒരു ആപ്പ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് വരും. അപ്പോൾ നമുക്ക് ആദ്യം ചെക്ക് ചെയ്യേണ്ടത്, നമുക്ക് നമ്മുടെ ഇലക്ഷൻ നമുക്ക് വോട്ട് രേഖപ്പെടുത്താനുള്ള നമ്മുടെ പോളിംഗ് സ്റ്റേഷൻ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ജസ്റ്റ് മുകളിൽ കണ്ടുള്ള സെർച്ച് യുവർ നെയിം ഇൻ ഇലക്ട്രൽ റോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടെ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടി ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വോട്ടർ ID കാർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് അവിടെ സ്റ്റേറ്റ് ഏതാണെന്നും കൂടി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കേരള സെലക്ട് ചെയ്ത് സെൻഡ് OTP കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിലോട്ടൊരു OTP വരികയും ആ OTP ഇവിടെ എൻ്റർ ചെയ്ത് നമ്മൾ സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നമ്മൾക്ക് ഏത് ബൂത്തിലാണോ വോട്ടുള്ളത്, പോളിംഗ് സ്റ്റേഷൻ ഏതാണെന്നുള്ളതൊക്കെ നമുക്കിവിടെ കറക്റ്റായിട്ട് കാണാൻ പറ്റും. അത് നമുക്ക് സേവ് ചെയ്യാനുള്ള ഓപ്ഷനും നമ്മുടെ ഇമേജായിട്ട് അതിനെ സേവ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ എന്ത് കിട്ടും, നമ്മുടെ എപ്പിക് നമ്പർ നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ, വോട്ടർ ID കാർഡ് നമ്പർ നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ആ വോട്ടർ ID കാർഡ് നമ്പർ വരെ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നതാണ്. ഓക്കെ, ഇതാണ് ഒരു മെത്തേഡ്. ഇനി നിങ്ങളുടെ മൊബൈൽ നമ്പർ, രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ ഏതാണെന്ന് അറിയില്ല, അല്ലെങ്കിൽ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ് കാണിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ വോട്ടർ ID കാർഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ ബാർകോഡ് സ്കാൻ ചെയ്തിട്ടും നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ നിങ്ങളുടെ പോളിംഗ് സ്റ്റേഷൻ ഏതാണെന്നുള്ളത് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വോട്ടർ ID കാർഡിലെ ഡീറ്റെയിൽസ്, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, റിലേറ്റീവ് നെയിം, അപ്പോൾ അതിൽ സ്റ്റാർ മാർക്കുള്ള ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത്, അത് വോട്ടർ ID കാർഡ് ഉള്ളതുപോലെ തന്നെ എൻ്റർ ചെയ്യണം. ഏജ് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ മാറിയാലും പ്രശ്നമില്ല, പക്ഷേ നെയിമൊക്കെ കറക്റ്റായിട്ടുള്ള സ്പെല്ലിങ് കറക്റ്റായിരിക്കണം. ദെൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ രീതിയിൽ നിങ്ങൾക്കത് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും നമ്മുടെ പോളിംഗ് സ്റ്റേഷൻ ഏതാണെന്നുള്ളത്. ഇനി അതല്ലെങ്കിൽ നാലാമത്തെ ഒരു ഓപ്ഷൻ, നിങ്ങളുടെ ID കാർഡ് നമ്പർ, വോട്ടർ ID കാർഡ് നമ്പർ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ആ വോട്ടർ ID കാർഡ് നമ്പർ ജസ്റ്റ് എൻ്റർ ചെയ്തിട്ടും സെർച്ച് കൊടുത്താലും നിങ്ങൾക്ക് ഇവിടെ അത് കറക്റ്റായിട്ട് സെർച്ച് ചെയ്ത് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇലക്ട്രോ റോൾ. നിങ്ങളുടെ പോളിംഗ് സ്റ്റേഷൻ ഏതാണെന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ വോട്ടർ ID നമ്പർ, അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇതാണ്. ഇനി നിങ്ങൾക്ക് പുതിയ വോട്ടർ ID കാർഡ് എങ്ങനെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ECI ഡെവലപ്പ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള പുതിയ വോട്ടർ ID കാർഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് എപ്പിക് നമ്പർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യണം. ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഓൾറെഡി ഇതിൽ രജിസ്റ്റേർഡ് ആയ ആളുകളായിരിക്കണം. അപ്പോൾ ഡൗൺലോഡ് എപ്പിക് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോഗിൻ ചോദിക്കും. ലോഗിൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ ആയിരിക്കും നിങ്ങളുടെ ലോഗിൻ ID. നിങ്ങളുടെ മൊബൈൽ നമ്പർ ലോഗിൻ ID കൊടുക്കുക. ദെൻ നിങ്ങളുടെ പാസ്വേഡ് എൻ്റർ ചെയ്യുക. പാസ്വേഡ് എൻ്റർ ചെയ്ത് സെൻഡ് OTP കൊടുക്കുമ്പോൾ നമ്മുടെ രജിസ്റ്റർ ചെയ്ത മൊബൈലിലോട്ടൊരു OTP പോകും. അവിടെ ഇനി നിങ്ങൾക്ക് രജിസ്റ്റേർഡ് അല്ല, ഈ ആപ്പിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ ന്യൂ യൂസർ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. ചിലപ്പോൾ ന്യൂ യൂസർ രജിസ്റ്റർ ചെയ്യുമ്പോൾ ആയിരിക്കും ഓൾറെഡി എക്സിസ്റ്റഡ് ആയിട്ടുള്ള യൂസറാണെന്ന് പറയും. അപ്പോൾ അന്നേരം ഫോർഗെറ്റ് പാസ്വേഡ് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യുക, എന്നിട്ട് ഒന്ന് ലോഗിൻ ചെയ്യുക. ദെൻ സെൻഡ് OTP ഞാൻ കൊടുക്കുന്നു. സെൻഡ് OTP കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഒരു OTP വരും. ആ OTP നമ്മൾ എൻ്റർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ആപ്പിലോട്ട് ലോഗിൻ ആയി. ജസ്റ്റ് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആപ്പിലോട്ട് ലോഗിൻ ആയിട്ടുണ്ടെന്നുള്ളത്. ദെൻ നിങ്ങൾ ഡൗൺലോഡ് എപ്പിക് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളോട് 3 ക്വസ്റ്റ്യനാണ് പറയുന്നത്. ഒന്ന്, നിങ്ങൾക്ക് എപ്പിക് കാർഡ് നമ്പർ ഉണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് എപ്പിക് കാർഡ് നമ്പർ കൊടുത്തിട്ട് നമുക്കത് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇനി അതല്ല, നിങ്ങൾക്ക് എപ്പിക് കാർഡ് നമ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ
നിങ്ങൾക്ക് എപ്പിക് കാർഡ് നമ്പറില്ല, നിങ്ങൾ പുതുതായിട്ട് രജിസ്റ്റർ ചെയ്തതാണ് ഇലക്ഷൻ ID കാർഡ്, അതിൻ്റെ ഒരു ഹാർഡ് കോപ്പി നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോം റെഫറൻസ് നമ്പർ ഉണ്ടാവും. നിങ്ങൾ അപ്ലൈ ചെയ്തപ്പോൾ കൊടുക്കുക ഫോം റെഫറൻസ് നമ്പറും കൊടുത്തിട്ട് നിങ്ങൾക്ക് എപ്പിക് കാർഡ് നമ്പർ അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ സെർച്ച് ചെയ്ത് കണ്ടെത്തിയ പോലെ സെർച്ച് ബൈ ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് എപ്പിക് കാർഡ് നമ്പർ കണ്ടെത്താൻ പറ്റും. നമ്മൾ എപ്പിക് കാർഡ് നമ്പർ നമ്മൾ എൻ്റർ ചെയ്യുക. ദെൻ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. ഫെച്ച് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദെൻ പ്രൊസീഡ്, ഫെച്ച് ഡീറ്റെയിൽസ് നമ്മൾ ഡീറ്റെയിൽസ് കാണിക്കും. ദെൻ പ്രൊസീഡ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വീണ്ടും ഒരു OTP എൻ്റർ ചെയ്യാൻ വരെ OTP എൻ്റർ ചെയ്ത് വെരിഫൈ ആൻഡ് ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പുതിയ രൂപത്തിലുള്ള പുതിയ ECI ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ള പുതിയ വോട്ടർ ID കാർഡിൻ്റെ PDF ഫോർമാറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡായി കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ രൂപത്തിലുള്ള പുതിയ വോട്ടർ ID കാർഡ് നിങ്ങൾക്ക് ഡൗൺലോഡായി കിട്ടും. ഇതിലും നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടാവും. നിങ്ങളെ പോളിംഗ് സ്റ്റേഷൻ ഏതാണെന്നുള്ളതൊക്കെ ഇതിലും കറക്റ്റായിട്ടുണ്ടാവും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.